ആശാപൂർണാദേവിയുടെ തീപ്പെട്ടി എന്ന കഥ സ്ത്രീകളെ തീപ്പെട്ടികളോട് ഉപമിച്ചുകൊണ്ടുള്ള ഒന്നാണ്. തീപ്പെട്ടിക്കകത്ത് സർവ്വതിനെയും അഗ്നിക്കിരയാക്കാൻ കഴിയുന്ന ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അവ പുറത്ത് തീർത്തും അപകടരഹിതവും ശാന്തവുമായി പ്രത്യക്ഷപ്പെടുന്നു. സ്ത്രീകളുടെ കാര്യവും അപ്രകാരം തന്നെയാണ്. അവരിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നോമിതയെ പറ്റിയുള്ള തീപ്പെട്ടി എന്ന കഥ. അലക്കുകാരന് കൊടുക്കാനായി തുണികൾ പരിശോധിക്കുമ്പോഴാണ് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ അജിത്തിന്റെ പോക്കറ്റിൽ നിന്നും അവളുടെ മേൽവിലാസത്തിൽ വന്ന കത്ത് നോമിതക്ക് കിട്ടുന്നത്. അത് അവളുടെ അമ്മയുടെ കത്തായിരുന്നു. അവർ അവരുടെ ദയനീയ കഥ പറയുന്നതോടൊപ്പം കുറച്ചു പണത്തിനായി യാചിച്ചുകൊണ്ടുള്ളതായിരുന്നു അത് അവൾക്ക് കൊടുക്കാത്തതും അവൾക്കുള്ള കത്ത് മറ്റൊരാൾ വായിക്കുന്നതിലൂടെ അവളെ അങ്ങേയറ്റം അവഹേളിക്കുന്നതായും അവൾക്ക് തോന്നി. തനിക്ക് വരുന്ന കത്തുകൾ പതിവായി പൊട്ടിച്ചു വായിക്കുകയും അവ അവൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നത് അയാൾ ഒരു ശീലമാക്കിയിരുന്നു. നോമിതയുടെ ഒരു സാധാരണ കുടുംബമായിരുന്നതുകൊണ്ടും അവൾക്ക് സഹോദരങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ടും അവളുടെ അമ്മ പലപ്പോഴും അവളോട് കുറച്ചു പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. നോമിതയെ ഇതു പറഞ്ഞ് അജിത്ത് കളിയാക്കാറുമുണ്ടായിരുന്നു. അവൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അമ്മ എന്തിനാണ് ഈ അന്തസ്സുകെട്ട പണിക്ക് നിൽക്കുന്നതെന്ന്. നോമിത അജിത്തിനെ ചോദ്യം ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും ദേഷ്യപ്പെടുകയും പഴി പറയുകയും ചെയ്തു. സ്വന്തം ഭാര്യയുടെ കത്തുകൾ ഭർത്താവായ താൻ വായിക്കുന്നതിൽ തെറ്റില്ലെന്ന് അയാൾ പറഞ്ഞു. നോമിതക്ക് രോഷവും നിരാശയും അനുഭവപ്പെട്ടു. അവൾ സാരിയുടെ അറ്റം കത്തിച്ചു. ഇത് കണ്ട അജിത്ത് ഭയപ്പെട്ടു. അവൻ ഓടിച്ചെന്ന് തീയണച്ചു. തുണിയലക്കുകാരൻ കാത്തുനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ നോമിത പുറത്തേക്ക് പോവുകയും അവളുടെ അനുദിന ജോലികളിൽ വ്യാപൃതയാവുകയും ചെയ്യുന്നു. കഥയുടെ അവസാനം കഥാകാരി ഇപ്രകാരം പറയുന്നു: പുരുഷന്മാരുടെ കാപട്യം തുറന്നുകാട്ടാൻ കഴിവുള്ളവരായിട്ടും അവർ അത് ചെയ്യാത്തത് അവരുടെ ഉന്നതമായ മാനസിക നിലപാടുകൊണ്ടാണ്. അവർ തീപ്പെട്ടികളെപ്പോലെ അവരുടെ കഴിവുകൾ ഉള്ളിലൊതുക്കി കഴിഞ്ഞുകൂടുന്നു. ഇത് പുരുഷന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ സ്ത്രീകളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പെരുമാറുന്നത്, അവരെ തീപ്പെട്ടിയെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നത്. The comparison between a woman and a matchbox. ഒരു സ്ത്രീയെ മാച്ച് ബോക്സുമായിട്ടുള്ള കമ്പാരിസൺ എങ്ങനെ നടത്താം എന്നാണ് ഈ ചോദ്യം. മാച്ച് ബോക്സ് ഹാസ് എബിലിറ്റി വിത്തിൻ ഇറ്റ് ടു സെറ്റ് ഫയർ ഓൾ അറൗണ്ട്. ഒരു സ്ഥലം മുഴുവനായിട്ടും കത്തിക്കാനുള്ള പവർ മാച്ച് ബോക്സിന് ഉണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രിറ്റൻഡ് സോ. പക്ഷേ അത് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. ഓർ മോസ്റ്റ് ഓഫൻ നോബഡി തിങ്സ് ദ പവർ ഓഫ് എ മാച്ച് ബോക്സ്. അതല്ലെങ്കിൽ പലരും പലപ്പോഴും ഈ മാച്ച് ബോക്സിന്റെ പവർ അവർ ചിന്തിക്കുന്നില്ല. ദ ഓദർ കമന്റ്സ് ദാറ്റ് വുമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ്. ഓദർ പറയുന്നത് സ്ത്രീകൾ മാച്ച് ബോക്സ് പോലെയാണ്. ആൻഡ് ക്യാൻ ബേൺ ദ മാസ്ക് ഓഫ് ഓൾ മെൻ. എല്ലാ പുരുഷന്മാരുടെയും മുഖംമൂടികൾ വലിച്ചു കീറാൻ കത്തിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. ബട്ട് ദേ ഡു നോട്ട് ഡു സോ. പക്ഷെ അവരങ്ങനെ ചെയ്യുന്നില്ല. ആസ് ദേ ആർ ജെന്റിൽ ആൻഡ് ബ്രോഡ് മൈൻഡ്. അത്രത്തോളം വിശാല ഹൃദയരാണ് സ്ത്രീകൾ. മോസ്റ്റ് ഓഫൻ ദ പൊട്ടൻഷ്യൽ ഓഫ് വുമൻ ഈസ് നോട്ട് ഗിവൻ ഡ്യൂ റെസ്പെക്ട്. സ്ത്രീകളുടെ ഈ ഒരു പവറിനൊക്കെ വേണ്ട റെസ്പെക്റ്റ് പലപ്പോഴും കിട്ടുന്നില്ല. പീപ്പിൾ നോ ദാറ്റ് ദ മാച്ച് ബോക്സ് വോണ്ട് ക്യാച്ച് ഫയർ ഓൺ ഇറ്റ്സ് ഓൺ. എല്ലാ ജനങ്ങൾക്കും അറിയാം മാച്ച് ബോക്സ് സ്വന്തമായിട്ട് തീപിടിക്കത്തില്ല എന്ന്. സിമിലർലി വുമൻ വിൽ നോട്ട് ഫ്ലയർ അപ്പ് ദെയർ ഓൺ പ്രൊട്ടക്റ്റീവ് ഷെൽസ് ദെയർ മെൻ. അതേപോലെ തന്നെ സ്ത്രീകളും അവരുടെ സംരക്ഷണ വലയമായിട്ടുള്ള സംരക്ഷണ ഷെല്ലായിട്ടുള്ള പുരുഷന്മാരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നും എല്ലാവർക്കും അറിയാം. അതൊരിക്കലും ഇല്ലാതെയാക്കാൻ ശ്രമിക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. സോ മെൻ കീപ് ദം കെയർലെസ്ലി വിത്തൗട്ട് റെസ്പെക്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കെയർലെസ് ആയിട്ട് അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കാതെ പുരുഷന്മാർ അവരോട് പെരുമാറുന്നു. ജസ്റ്റ് ആസ് പീപ്പിൾ ക്യാരി മാച്ച് ബോക്സസ് ഇൻ ദെയർ പോക്കറ്റ്. ജനങ്ങൾ മാച്ച് ബോക്സ് അവരുടെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് പോലെ. ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. നോമിത ഈസ് ദ ഡോട്ടർ ഓഫ് എ വിഡോവ്ഡ് വുമൺ. ഒരു വിധവയായ സ്ത്രീയുടെ മകളായിരുന്നു നോമിത.
അവൾക്ക് ബ്രദേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടു ലുക്ക് ആഫ്റ്റർ ഹെർ മദർ, അവളുടെ അമ്മയെ പരിപാലിക്കാൻ. സ്റ്റിൽ ഷീ ഹാസ് ബീൻ മാരീഡ് ടു എ റിച്ച് ഫാമിലി, എന്നാലും അവളൊരു റിച്ച് ഫാമിലിയിലേക്കാണ് വിവാഹം കഴിപ്പിച്ചയച്ചത്. ബിക്കോസ് ഓഫ് ഹെർ ഗുഡ് ലുക്സ്, കാരണം അത്രത്തോളം ഭംഗിയായിരുന്നു അവള്. ഷീ ഈസ് എ സ്ട്രോങ് മൈൻഡഡ് വുമൺ വിത്ത് ഹൈ സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. സ്വാഭിമാനവും അന്തസ്സുമുള്ള സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വുമനാണ് നോമിത. ഷീ ഫീൽസ് ഹ്യൂമിലിയേറ്റഡ് when she comes to know that her husband Ajit has opened and read the letter without giving to her. അവൾക്കുള്ള ലെറ്റർ അവൾക്ക് നൽകാതെ അവളുടെ ഹസ്ബൻഡായ അജിത്ത് തുറന്നു നോക്കുകയും വായിക്കുകയും ചെയ്തതറിഞ്ഞപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. She dislikes her mother's constant begging for money from her family. അവളുടെ ഫാമിലിയിൽ നിന്നുള്ള പണത്തിനു വേണ്ടിയുള്ള അവളുടെ അമ്മയുടെ സ്ഥിരമായ അപേക്ഷയും അവൾ ഇഷ്ടപ്പെട്ടില്ല. ഷീ ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഹർ, കാരണം അതൊരു ഇൻസൾട്ട് ആയിട്ടായിരുന്നു അവൾ വിശ്വസിച്ചിരുന്നത്. ഷീ ഈസ് എ കറേജിയസ് വുമൺ, അവൾ കറേജിയസ് ആയിരുന്നു, ധൈര്യശാലിയായിരുന്നു. ഷീ കോൾസ് ഹെർ ഹസ്ബൻഡ് എ വൾഗർ മാൻ വെൻ ഹി മേക്സ് ചീപ്പ് കമൻറ്റ്സ്. അവൾക്കെതിരെ ചീപ്പായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡിനെ വൾഗർ മാൻ എന്ന് വിളിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായി. ഷീ ഈവൻ ഡിസൈഡ്സ് ടു ഷോ ഹിം ദ പൊട്ടൻഷ്യൽ ഓഫ് വുമൻ ബൈ ലൈറ്റിംഗ് ദ ആങ്കിൾ ഓഫ് ഹെർ സാരി വിത്ത് എ മാച്ച് ബോക്സ്. തീപ്പെട്ടി കൊണ്ട് അവളുടെ സാരിയുടെ ഒരു ഭാഗം കത്തിച്ചുകൊണ്ട് സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള പവറുണ്ടെന്ന് അജിത്തിന് കാണിച്ചു കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. But she leaves all her anger and goes back to the normal life and pretends to be happy by smiling in front of her sisters-in-law. പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ തൻ്റെ സങ്കടങ്ങളും തൻ്റെ ദേഷ്യങ്ങളുമൊക്കെ മറച്ചുവെക്കാനും സന്തോഷവതിയായി കാണിക്കാനുമുള്ളൊരു കഴിവ് അവൾക്കുണ്ടായിരുന്നു. Keeping privacy for emotions and feelings is indeed a good quality in Nomida. വിചാരങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി നോമിതയിൽ ഉണ്ടായിരുന്നു. പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് സബ്ജക്റ്റ് അടിസ്ഥാനമാക്കി 3-4 ആളുകൾ ഒരു നിശ്ചിത ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കുന്നതിനേക്കാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുക. ഈ പാനൽ ഡിസ്കഷൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് 3 രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളൊരു വെൽക്കമർ എന്നുള്ള നിലക്ക് നിങ്ങൾ പാനലിസ്റ്റിനെയും അതേപോലെ തന്നെ ഓഡിയൻസിനെയും ഈ പാനൽ ഡിസ്കഷൻ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആസ് എ പാനലിസ്റ്റ്, അതായത് ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ വന്ന ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലക്കുള്ള സംസാരം. അതിൻ്റെ ഫോർമാറ്റ് സാധാ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, പാനൽ ഡിസ്കഷൻ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള സ്പീച്ചാണ്. അപ്പോൾ ഈ 3 സ്പീച്ചുകളാണ്, സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റുകൾ എഴുതാനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചോദ്യം, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ സ്പീച്ച് വെൽക്കമിംഗ് ദ പാനലിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിംഗ് ദം ടു ദ ഓഡിയൻസ്. പാനലിസ്റ്റുകളെ പാനൽ ഡിസ്കഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവരെ ഓഡിയൻസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഗുഡ് മോർണിംഗ്, I am very happy to welcome you all to this panel discussion on the topic. ടോപ്പിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ടുണ്ടായിരിക്കും. ആ ടോപ്പിക്കാണ് അവിടെ എഴുതി വെക്കേണ്ടത്. അടുത്ത പാരഗ്രാഫിൽ ദ പാനലിസ്റ്റ് ഇൻ ദിസ് ഡിസ്കഷൻ ആർ എന്ന് എഴുതുക. ഈ ഡിസ്കഷനിലെ പാനലിസ്റ്റുകൾ ഇന്ന ആളുകളാണ്. അപ്പോൾ ആ 3 പേരുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ രൂപം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ ആളുകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എഴുതും. അതല്ലെങ്കിൽ പിന്നെ ഡോക്ടർ രഘുറാം, അല്ലെങ്കിൽ പിന്നെ പ്രൊഫസർ സുബൈദ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 3 പേര് എഴുതി വെക്കാം. ദ മോഡറേറ്റർ ഈസും, അതായത് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളാണ് മോഡറേറ്റർ.
അപ്പോൾ അവിടെയും ഒരു പേര് എഴുതി വെക്കാം. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ്, ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് വി വിൽ ഗെറ്റ് എ ഗുഡ് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് എന്ന് എഴുതാം. താങ്ക് യു. അപ്പോൾ ഇതാണ് വെൽക്കം ചെയ്യാൻ, പാനലിസ്റ്റുകളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ്. ഈ ഫോർമാറ്റിൽ എഴുതുക. ഇനി ആസ് എ പാനലിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങൾ ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒരു സ്പീച്ച് ഫോർമാറ്റിൽ ആൻസർ എഴുതിയാൽ മതി. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് സമ്മറൈസിങ് ദ പാനൽ ഡിസ്കഷൻ. അതായത് ഈ പാനൽ ഡിസ്കഷന് സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. നമ്മൾ താങ്ക്സ് ഒക്കെ പറയൂലേ. ഗുഡ് മോർണിംഗ്, ലെറ്റ് us റിവ്യൂ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്തത് എന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഓൺ ദ വോൾ, അതായത് ടോട്ടലി എന്നുള്ള നിലക്ക് ഇറ്റ് വാസ് എ ഗുഡ് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക്. ഇന്ന ടോപ്പിക്കിൽ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിന്റെ ശേഷം ആ ടോപ്പിക് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് അവിടെ എഴുതി വെക്കുക. ഡോക്ടർ ഡേഷ്, അതായത് ഫസ്റ്റ് പാനലിസ്റ്റിന്റെ പേര് എഴുതി വെക്കുക. സജസ്റ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് 1-2 സെന്റൻസുകൾ എഴുതി വെക്കുക. അതായത് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര സെന്റൻസുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ പാനലിസ്റ്റിന്റെ പേര് എഴുതുക. ഡോക്ടർ ഡാഷ് സെഡ് ദാറ്റ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് 2-3 പോയിന്റുകൾ എഴുതാം. പ്രൊഫസർ ഡാഷ്, അതായത് മൂന്നാമത്തെ ആളുടെ പേര് എഴുതുക. എക്സ്പ്രസ്ഡ് ദാറ്റ് ഡാഷ്, അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എത്ര പോയിന്റുകൾ വെച്ചാൽ 2-3-4 പോയിന്റുകൾ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ആ ടോപ്പിക് എന്താണോ അതിനനുസരിച്ചുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം നിങ്ങൾ മൈൻഡിൽ ഓർത്തു വെച്ചാൽ മതി. ഈ പാനലിസ്റ്റുകളുടെ പേരിൽ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാം. ഐ വുഡ് ലൈക്ക് ടു താങ്ക് പാനലിസ്റ്റ് ഫോർ ഗിവിങ് അസ് ഗ്രേറ്റ് ഐഡിയാസ്. ഇത്ര നല്ല ഐഡിയാസും വലിയ വലിയ ഐഡിയാസ് നമുക്കൊക്കെ തന്നതിൽ പാനലിസ്റ്റിനോട് താങ്ക്സ് പറയുന്നു. ഐ ഓൾസോ താങ്ക് ദ ഓഡിയൻസ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. അതേപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓഡിയൻസിനും ഞാൻ നന്ദി പറയുന്നു. ലാസ്റ്റ് എല്ലാവർക്കും കൂടെ താങ്ക് യു ഓൾ. അപ്പോൾ ഈ രീതിയിലാണ് പാനൽ ഡിസ്കഷന്റെ സമ്മറൈസിങ് സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇനി ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു പ്രധാന ചോദ്യമാണ് ബ്ലർബ് റൈറ്റിങ്ങിനെ കുറിച്ച്. എ ബ്ലർബ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവർ. അല്ലെ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ ബാക്ക് കവറിൽ ആ പുസ്തകത്തെ കുറിച്ചൊരു ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതാണ് ബ്ലർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ബുക്ക്. ആ ബുക്കിനെ കുറിച്ചൊരു ബ്രീഫ് സമ്മറിയാണ്. ഡിസൈനിങ് ഫോർ മാർക്കറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ട്? ആ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട ഡിസൈൻ ചെയ്ത. ഇനി ഒരു നല്ലൊരു ബുക്ക് ബ്ലർബിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്? an attractive statement about the total theme. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്, കാര്യങ്ങളുടെ ഒരു ടോട്ടൽ തീം അത് ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ്, an attractive സ്റ്റേറ്റ്മെന്റ് എഴുതുക. രണ്ടാമത്തെ കാര്യം സർക്കംസ്റ്റാൻസസ് ആണ്. എവിടെ വെച്ചാണ് പിന്നെ പുസ്തകത്തിന്റെ തീം നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ആ പുസ്തകത്തിന്റെ തീം, അതൊക്കെ എന്തെഴുതാം. അതല്ലെങ്കിൽ പിന്നെ ആ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ അടുത്ത സെന്റൻസുകളിലായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഓഥറെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാം, പബ്ലിഷർ, അതേപോലെ തന്നെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഇതും ഈ ബ്ലർബിൽ ആഡ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലർബ് റൈറ്റിങ്ങിൽ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഈ ടെക്സ്റ്റിൽ പ്രഥം പ്രതിശ്രുതി എന്നൊരു നോവലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതുക? അപ്പൊ ഫസ്റ്റ് ഒരു കാച്ചി സ്റ്റേറ്റ്മെന്റ് വേണം എന്നാണ്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രഥം പ്രതിശ്രുതി ഈസ് എ നോവൽ അബൌട്ട് ആൻ അൺകോമൺ വുമൺ, സത്യവതി, ഹു ഡൈഡ് ടു break the so-called rules made to control the lives of the Bengali woman in her days. ഈ നോവലിൽ പറയുന്നത് സത്യവതി എന്ന ഒരു അൺകോമൺ വുമണിനെ കുറിച്ചിട്ടാണ്. ഈ അവളുടെ കാലഘട്ടത്തിലെ ബംഗാളിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെ ആകമാനം കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ചില ആചാര അല്ലെങ്കിൽ ചില നിയമങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്നു.
അപ്പം അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ച സത്യവതി എന്ന ഒരു അൺകോമൺ വുമനെ കുറിച്ചിട്ടാണ് ഈ നോവല് പ്രതിപാദിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ഓദറെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആശാപൂർണ ദേവി ദ നോവലിസ്റ്റ് ഡെപിക്ട്സ് ദ എൻഡ്ലെസ് സഫറിംഗ് ആൻഡ് the liberation of women in Bengal and also everywhere in India. നോവലിസ്റ്റ് ആയിട്ടുള്ള ആശാപൂർണ ദേവി ബംഗാളിലും അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനവും ഉള്ള സ്ത്രീകളുടെ ലിബറേഷനും അവരുടെ യാതനകളും ഈ നോവലിലൂടെ ചിത്രീകരിക്കുന്നു. ഇനി ഇതിൻ്റെ പബ്ലിഷർ ആരാണെന്നും എന്നാണ് പബ്ലിഷിംഗ് ഡേറ്റ് എന്നുമാണ് അടുത്ത പാരഗ്രാഫിൽ. പ്രഥം പ്രതിശ്രുതി വാസ് പബ്ലിഷ്ഡ് ബൈ അനന്ത പബ്ലിഷേഴ്സ് ഇൻ 1964. അപ്പോൾ ഈ രീതിയിലാണ് ബ്ലർബ് നിങ്ങൾ എഴുതേണ്ടത്. താങ്ക് യു.